ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വെറുതെ റൂമിലിരിക്കുമായിരുന്നു. സോ ഞാൻ ഓർത്തൊന്ന് പുറത്ത് വരെ പോവാമെന്ന്. അപ്പം ഇതാണ് ആക്ച്വലി ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ താഴത്തെ ഒരു വ്യൂ. ഫുള്ള് മരങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ നേരെ മെയിൻ റോഡിലോട്ടാണ്. ഹലോ ഗായ്സ്, കുറച്ച് ദിവസം 2-3 ദിവസമായിട്ട് ഇവിടെ മഴയും കാറ്റും ഒക്കെ ആയിട്ട് കാലാവസ്ഥ അത്ര സുഖത്തിലല്ലായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ ആയിരുന്നു. ഇന്നും രാവിലെ ഭയങ്കര മഴ, കാറ്റ്, നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനേ തോന്നില്ലായിരുന്നു. പക്ഷേ ഇന്ന് വൈകുന്നേരം ആയപ്പം അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ, ചുമ്മാ റൂമിലിരിക്കണ്ട, പുറത്തോട്ടേക്കൊന്ന് ഇറങ്ങാമെന്ന്. അപ്പം ഇവിടെ അടുത്ത് ഒരു കുന്നും മലയൊക്കെ ഉണ്ട്. സോ അവിടെ പോകാമെന്നാണ് ഇന്നെൻ്റെ പ്ലാൻ. ആക്ച്വലി എൻ്റെ ഈ ബാക്കിൽ കാണുന്നത് ഫുള്ളും ഞങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അത്യാവശ്യം ഇതൊരു സിറ്റി സൈഡാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ്. എന്നാൽ സിറ്റിയിലാണെന്നുള്ള ഒരു ഒച്ചയോ ബഹളമൊന്നും ഈ വഴിയിൽ ഇല്ലതാനും. ഒരു കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. എന്തായാലും നമുക്കിപ്പം ആ കുന്നും മലയും കയറാനായിട്ട് പോവാം. പിന്നെ ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് കുറേ പട്ടികളെ കാണാം, കുറേ നല്ല മനുഷ്യരെ കാണാം, കുറേ നല്ല വണ്ടികൾ കാണാം. അങ്ങനെ നമുക്ക് കണ്ട് എന്തായാലും അങ്ങോട്ടേക്ക് നടക്കാം. പൊഴിഞ്ഞു കിടക്കുക. ഇനിയിപ്പോൾ വിൻ്ററൊക്കെ വരാൻ പോവല്ലേ. സോ അത് കാരണം മരത്തിലെ ഇലകളെല്ലാം പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ മരത്തിലൊന്നും ഇല പോലുമില്ല. കൊള്ളാം. നാട്ടിൽ വെച്ച് ഇങ്ങനെ സൂര്യൻ മുഖത്തോട്ടൊന്നും അടിക്കുന്നത് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നില്ല. കാരണം എനിക്കൊരു മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് വെയിലിനെ ഭയങ്കരമായിട്ട് ഹെയ്റ്റ് ചെയ്തൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഒരു സൂര്യനെ കാണാൻ വല്ലാണ്ട് ഞാൻ കൊതിക്കുന്നുണ്ട്. കാരണം ഇന്ന് രാവിലത്തെ കാലാവസ്ഥ വളരെ മോശമായിരുന്നു. അതായത് മഴയൊക്കെ പെയ്ത് ആകെ മൊത്തം നനഞ്ഞ് ഓർക്കാൻ കൂടി വയ്യ. പക്ഷേ ഇപ്പോൾ കൊള്ളാം. ഇപ്പോൾ ഒന്ന് ഇറങ്ങി നടക്കാനാണെങ്കിലും കൊള്ളാം. രാവിലെ ആണെങ്കിലും ഒരുമാതിരി തണുത്ത് വിറച്ചാണ് രാവിലെ ക്ലാസ്സിന് പോയത്. ഇപ്പം തണുപ്പുണ്ട് എങ്കിൽ പോലും രാവിലത്തെ അത്ര വെറുപ്പിക്കലില്ല. ഇനിമേ എന്തായാലും നമുക്ക് കുറച്ച് നടക്കാം. എവിടം വരെ ഞാൻ നടക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ കുറച്ച് നടക്കാം. ഓക്കെ. ഈ വഴിയൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഈ വഴിയാണ് നടന്നതും പോയതും ഒക്കെ. കൊള്ളാമല്ലേ? നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. നല്ല വെയിലടിക്കുന്നുണ്ട്. നേരെ ഞാൻ സൂര്യൻ്റെ നേരെയായിരിക്കുന്നത്. പക്ഷേ ആ ലൈറ്റ് ഇങ്ങനെ വരുമ്പോൾ ഉള്ളൊരു കണ്ണിനൊരു ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഒരു ചൂടോ ഒന്നുമില്ല. ആക്ച്വലി നല്ലൊരു തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഈ തണുപ്പത്ത് ഈ ഒരു വെയിൽ അടിപൊളി ഒരു വൈബാണ്. കൊള്ളാം. വൈബ് പിടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ്. അതേ പുല്ലൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് കാറ്റിൽ പോകുന്നത്. ഇവിടുന്ന് അത്യാവശ്യം കുറേ കാറ്റും വീഡിയോസും ഒക്കെ എടുത്തു. ഇനി നമ്മൾ അടുത്തത്
ഇവിടെ അടുത്തൊരു ലേക്കുണ്ട്. സോ നമ്മളിനി അത് കാണാനായിട്ട് പോവാണ്. ഓക്കെ, ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഈ വഴിയിൽ ഇങ്ങനെ നടക്കാൻ അടിപൊളിയാണ്. ഇവിടെ ഇങ്ങനെ സൈഡിൽ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ആൾക്കാർക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന് വിശ്രമിക്കാം. അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഇത്രയും നല്ല സീനറി കാണാം. നല്ല കാറ്റുണ്ട്. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ അടിപൊളി കാറ്റാണ്. ഇവിടെ മുഴുവനും ഇങ്ങനെ മുട്ടക്കുന്ന പോലെ കിടക്കുക. ഇവിടെ ഫുൾ മുട്ടക്കുന്ന. ഇവിടെ നിങ്ങോട്ട് താഴോട്ടൊരു ഇറക്കമാണ്. ആക്ച്വലി ഇവിടെ എവിടാണെന്ന് ഒരു ഐഡിയയില്ല. എന്തായാലും നടക്കുകയാണ്. ഇവിടെ ലാമ്പൊക്കെ ഇട്ട് രാത്രിയാകുമ്പോൾ ഭംഗിയായിരിക്കും. ഇനി വിൻ്ററൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ സൂര്യനെ കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഇലകളെല്ലാം പൊഴിഞ്ഞു. കാരണം മരങ്ങളെല്ലാം കമ്പ് മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് ഇലകൾ മാത്രം. ഇവിടെ ആക്ച്വലി കുറേ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാം. ഇവിടെ എല്ലാം ഇങ്ങനെ ഓരോ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. വേണേൽ ഇവിടെ ഇരുന്ന് പടം വരയ്ക്കാം, പട്ടിയും കൊണ്ട് നടക്കാം. ആക്ച്വലി ഇതിലെ കൂടെയൊക്കെ ആൾക്കാർ പട്ടിയും കൊണ്ട് നടക്കാൻ ഇറങ്ങുന്നതാണ്. പിന്നെ പിള്ളേരുമായിട്ട് കളിക്കാൻ ഇറങ്ങുന്നതാണ്. കുറേ ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്യാം. ഒരു കൊള്ളാം. മൊത്തത്തിൽ ഒരു വൈബുണ്ട്. ഒരു വൈബ് പിടിച്ച സ്ഥലമാണ്. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഡോഷ്ലാൻഡ് ടിക്കറ്റ് ഇതുവരെ ആയിട്ടും ഞാൻ എടുത്തിട്ടില്ല. അത് കാരണം നമുക്കിപ്പോൾ വേറെ സ്ഥലങ്ങളൊന്നും അങ്ങനെ പോകാൻ പറ്റുന്നില്ല. സോ എന്തായാലും അതിനി എടുക്കണം. എടുത്തിട്ട് വേണം ഇനിയും ജർമ്മനിയുടെ മറ്റ് പല സ്ഥലങ്ങളും കാണാൻ. അതിന് മുന്നേ ഞാൻ ഈ കെംപ്റ്റൺ, അതായത് ഞാൻ വസിക്കുന്ന ഫുൾ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നോർത്തു. കാരണം ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഞങ്ങൾ താമസിക്കുന്ന അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടിക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ പിന്നെ പുറത്തോട്ടെങ്ങാനും പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഞങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് വേണ്ട അത്യാവശ്യ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതുവരെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. പക്ഷേ ഇനി അങ്ങനെയല്ല. ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ വരാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഉർലോബുണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ എനിക്ക് പോയി മീറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ മേ ബി അതുപോലെ തന്നെ എൻ്റെ ബ്രദറും ഇവിടെ തന്നെ ഉണ്ട്. പറ്റുവാണെങ്കിൽ അവനെയും കൂടി ഒന്ന് പോയി കാണണം. അതുകൊണ്ട് എന്തായാലും ഉടനെ വൈകാതെ തന്നെ ഡോച്ച്ലാൻഡ് ടിക്കറ്റ് എടുക്കണം. എടുത്തിട്ട് അവിടെയൊക്കെ പോകാം. അത് ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ വഴികളിലൊന്നും നമ്മൾ വരാൻ നിൽക്കില്ലല്ലോ. സോ അതുകൊണ്ട് ഇപ്പം മാക്സിമം ഈ വഴിയെല്ലാം ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചേക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതിനി കുറേ നടക്കണം തോന്നും കേട്ടോ, ഈ റിവർ തപ്പി. വെള്ളത്തിൻ്റെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വഴി കണ്ടിട്ടൊരു പേടിയൊക്കെ ചെറുതായിട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ആൾക്കാർ പോകുന്ന കാണുന്നതുകൊണ്ട് വലിയ പേടിയില്ല. ഏകദേശം നമ്മൾ ആ റിവറിൻ്റെ സൈഡ് എത്തി. അവിടെ ഇറങ്ങാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതത് അധികം വലിയ വെള്ളമൊന്നുമില്ല. ചെറിയൊരു നമ്മുടെ നല്ല തോട് പോലെ. ഇവിടെയും ബെഞ്ചിട്ടിട്ടുണ്ട്. ഫുള്ളിങ്ങനെ കുത്തനെ ഇറക്കാം. ഇതിലെ കൂടെ ആൾക്കാർ സൈക്കിളിൽ പോകുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ എന്താണ് അവിടെ ഉള്ളതെന്ന്. ഏകദേശം നമ്മളവിടെ എത്തിയിരിക്കുന്നു. ദൈവമേ, ഇവിടെ എല്ലാം തെന്നിക്കിടക്കുവാണ്. 2 ദിവസത്തെ മഴ കൊണ്ടാണെന്ന് തോന്നുന്നു. വഴിയെല്ലാം തെന്നിക്കിടക്കുക. സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ മിക്കവാറും നടുവൊടിഞ്ഞ് ഞാൻ കിടക്കും. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ മുളയാണെന്ന് തോന്നുന്നു. കൊള്ളാം, മുള എടുത്ത് വെച്ചേക്കുക. എൻ്റെ നാട്ടിൽ പോലും ഞാനിങ്ങനെ നടക്കാറില്ല. ഇവിടെ വന്ന് കുറേ നടക്കാൻ പഠിച്ചു. പുരാതനമായ പാലമാണെന്ന് തോന്നുന്നു.
നമുക്കിവിടെ പുഴയിലെത്താൻ പറ്റി. അത്ര നല്ല വെള്ളമെല്ലാം തോന്നുന്നു കണ്ടിട്ട്. സത്യം പറഞ്ഞാൽ ഈ വെള്ളം കണ്ടിട്ട് കാല് നനച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഷൂ ഇട്ടത് കൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. ഫൈനലി നമ്മൾ ഇവിടെ എത്തി. ഇതായിരുന്നു എൻ്റെ അടുത്തുള്ള തോട്. ഇവിടെ നമുക്കൊരു ബെഞ്ചൊക്കെ ഉണ്ട്, വേണേൽ ഇവിടെയൊക്കെ ഇരിക്കാം, ഇരുന്ന് കാണാം. ഇനി നമ്മൾ ഈ ഇറങ്ങിയ വഴി മുഴുവനും നമ്മൾ കയറണം. അപ്പുറത്തോടെ ഒരു വഴി ഉണ്ടായിരുന്നു, അതിലേ പോയാലും കയറ്റം തന്നെ. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു ഇതിലേ കൂടെ തന്നെ കയറാമെന്ന്. അത്യാവശ്യം ഒരു കയറ്റമുണ്ട്. സൂര്യനും പോയി, ഇവിടെ നടക്കാൻ വന്നവരും എല്ലാവരും വീട്ടിലേക്ക് പോയി. തണുപ്പായി തുടങ്ങി. കൈയൊക്കെ ഈ പരുവായിട്ടുണ്ട്, കാണാമോ എന്നറിയില്ല. തണുപ്പായിട്ടാണ്. സോ ഇനി ഞാൻ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇനി ഞാൻ എന്ത് വീഡിയോ ആയിട്ട് വരുമെന്നൊന്നും എനിക്കറിയില്ല. ഇനി വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ചൂസ്.